ആണ് ഇനി ചിന്തിക്കേണ്ടത്. നമുക്ക് കേരളത്തിലേക്ക് വരാം. LDF 2 എന്ന നിലയിൽ നിൽക്കുകയാണ്. UDF 16ലേക്ക് എത്തിയിരിക്കുന്നു. LDFന് ഒരു കണക്ക് നേരത്തെ നമ്മൾ അല്പം മുമ്പ് LDFന് ഒരു സീറ്റ് എന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ ആറ്റുകൾ അതെ ഇപ്പോൾ 2 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 2 ലീഡ് കാണിക്കുന്നു. NDAയും 2 ലീഡ് കാണിക്കുന്നു. LDFനെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേടുള്ള കാര്യമാണ്. NDAക്കൊപ്പം മത്സരിക്കുക എന്നത് അവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അവരുടെ ഇടത് മനസ്സിന് ചേർന്നതല്ല ഈ ഒരു ചിന്തകൾ പോലും അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും. ഒരുപക്ഷെ തീർച്ചയായും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും. ഏതായാലും 2 സീറ്റുകളിൽ മാത്രമാണ് LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. BJPക്ക് 2 സീറ്റിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ച മട്ടാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് അത്ര കണ്ടില്ല. ഒരുപക്ഷെ അത് മാറി മറിയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് BJP തങ്ങളുടെ മിന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊടി പാറുകയാണ്. ഇവിടെ താമര വിരിയുമോ? താമര നട്ടു കഴിഞ്ഞു. അവിടെ തൃശ്ശൂരിൽ താമര കിളുത്തു തുടങ്ങിയിരിക്കുന്നു. അതിനി പൂവാകുമോ, മുകുളമാകുമോ, പൂവാകുമോ, വിരിഞ്ഞ് ഉല്ലസിക്കുമോ എന്നാണ് കാണാൻ കഴിയേണ്ടത്. അത് അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. തിരുവനന്തപുരത്തേതും അല്പസമയത്തിനകം തീരുമാനമാകും. എന്തായാലും പാലക്കാടും വയനാടും കണ്ണൂരും കാസർഗോഡുമെല്ലാം, കാസർഗോഡ് തുടക്കത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് നേരിയ ഇടിവുണ്ടാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹം തോൽവി രുചിക്കുമോ മണക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാസർഗോഡും മുന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹം സിറ്റിംഗ് MP ആണ്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് അദ്ദേഹം അവിടെ തന്നെ തമ്പടിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് കാസർഗോഡുകാരനായി മാറിയ ഒരു രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്, കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ചാലക്കുടിയിലേക്ക് വരുമ്പോൾ UDFന്റെ ഒരു വിജയം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആറ്റിങ്ങലിൽ LDF 346 എന്ന കണക്കിലേ എത്തി നിൽക്കുന്നുള്ളൂ. ആറ്റിങ്ങലിൽ ഒരു പാലംവലി ഉണ്ടാകുമോ? കണക്കുകൾ മാറുമോ? LDFന് അവിടെ താഴേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഈ സമയത്ത്. ആലത്തൂര് രമ്യ ഹരിദാസ് സിറ്റിംഗ് MP ആണ്. രമ്യ ഹരിദാസ് സിറ്റിംഗ് MPയെ മറികടന്നാണ് ഇപ്പോൾ LDF അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ രമ്യ ഹരിദാസ്